നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായിരുന്ന കുഞ്ഞനന്തൻ്റെ മരണത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി സംശയം പ്രകടിപ്പിക്കുന്നു. കണ്ണൂരിലെ മറ്റു പല മരണങ്ങളും കൊലപാതകമാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് അഴീക്കോട് മുൻ എം.എൽ.എയും ലീഗ് നേതാവുമായ ഷാജി. കുഞ്ഞനന്തന് സംഭവിച്ചത് തങ്ങൾക്കും സംഭവിക്കുമെന്ന ഭയം ജയിലിൽ കഴിയുന്ന ടി.പി. വധക്കേസിലെ കുറ്റവാളികൾക്ക് തോന്നി തുടങ്ങിയതായിട്ടാണ് ഷാജി പറയുന്നത്. എന്നാൽ കുഞ്ഞനന്തനെ പോലെ ഇല്ലാതാകാൻ ഒരുക്കമല്ലെന്നും പലതും തുറന്നു പറയുമെന്നും സംഘടിതരായ ഈ കുറ്റവാളികൾ പാർട്ടിയെയും സർക്കാരിനെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും ഷാജി പറയുന്നുണ്ട്. ഇവരുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ചെറിയ പ്രത്യാഘാതങ്ങളെ ഇവരെ പുറത്തുവിട്ടാൽ ഉണ്ടാകൂ എന്ന തിരിച്ചറിവിലാണ് പാർട്ടി അത്തരമൊരു നീക്കം നടത്തിയത്. എം പ്രകാശൻ്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതക പരമ്പര തന്നെ അരങ്ങേറി. കേരളത്തിൽ CPMൻ്റെ അന്ത്യകൂദാശ നടത്താനുള്ള ചരിത്ര നിയോഗമാണ് പിണറായി വിജയൻ്റേതെന്നും ഷാജി പറയുന്നുണ്ട്. ടി.പി. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്തൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആദ്യം ആരോപിച്ചത് ഷാജിയാണ്. ടി.പി. കേസിലെ കുറ്റവാളികളെ പുറത്തുവിടാനുള്ള നീക്കവും കുഞ്ഞനന്തൻ്റെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് കരുതുന്നത്. കുഞ്ഞനന്തൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുൻനിർത്തിയല്ല എന്നാണ് ഷാജി പറയുന്നത്. ഇനിയും പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും. ടി.പി. കേസിലെ പ്രതികളോട് സർക്കാരിനും CPMനും അമിതമായ വിധേയത്വമുണ്ട്. മനു തോമസ് പുറത്തു വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കുണ്ടാകുന്ന ഭയപ്പാട് എത്ര വലുതാണെന്ന് നമുക്കറിയാം. കണ്ണൂർ രാഷ്ട്രീയത്തിൽ വിശുദ്ധരായ ഒരാളുമില്ലെന്നാണ് മനുവിൻ്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. CPMന് വേണ്ടി കൊട്ടേഷൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ പിന്നീട് വലിയ സ്വർണ്ണക്കള്ളക്കടത്തുകാരും മാഫിയയുമായി മാറും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ ജയിലിലുള്ള ഷാഫിയുടെ സ്വർണ്ണക്കടത്തും കൊട്ടേഷനും നിയന്ത്രിക്കുന്നത് ഇവരാണ്. മലബാർ മേഖലയിലെ എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഷാഫിയുടെ ആളുകളുടെ ഇടപെടലുകളുണ്ട്. ടി.പി. വധക്കേസിൽ ജയിലിൽ കിടക്കുന്നവർ ഇതുപോലെ വലിയ വെളിപ്പെടുത്തലുകൾ നടത്താൻ സാധ്യതയുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയും മറികടന്ന് ഇവരെ പുറത്തിറക്കാൻ CPM ശ്രമിക്കുന്നത് ഇവരെ ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ്. കുഞ്ഞനന്തൻ്റെ മരണം മാത്രമല്ല, മരണങ്ങളുടെ ഒരു പരമ്പര തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുഞ്ഞനന്തന് ഒരു തുടക്കം മാത്രം, അതിൻ്റെ ബാക്കിയായി ഇനിയും ഉണ്ടാകും. മനുവിന് പോലും ഇപ്പോൾ സംരക്ഷണം ലഭിക്കുന്നത് കേരളം അത്ര ജാഗരൂകമായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അറിഞ്ഞ കൊലപാതകങ്ങളെക്കാൾ അതിഭീകരമായ അറിയാത്ത നിരവധി കൊലപാതകങ്ങൾ CPMൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കുഞ്ഞനന്തൻ വഴി വേറെയും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫസലിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പേർ കൊല്ലപ്പെട്ടുവെന്ന് പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP-യാണ്. കുഞ്ഞനന്തൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നില മാറിയിരുന്നു. തനിക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് പറയാൻ തുടങ്ങി. ചിലർ സുഖിക്കുമ്പോൾ ഞങ്ങൾ ജയിലിൽ കിടന്ന് അനുഭവിക്കുകയാണ് എന്നിങ്ങനെയെല്ലാം പറയാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് കുഞ്ഞനന്തൻ ഇല്ലാതായത്. ഇതേ അവസ്ഥയിലേക്കാണ് ബാക്കിയുള്ളവരും നീങ്ങുന്നത്. എന്നാൽ കുഞ്ഞനന്തനെ പോലെയല്ല അവർ. കുഞ്ഞനന്തൻ തനിച്ചായിരുന്നു, എന്നാൽ ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്.